ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് എന്താണ് ചെയിൻ സർവേയിങ്, അപ്പോൾ ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, പിന്നെ ചെയിൻ സർവേയിങ് യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്ലോട്ട് സർവേ ചെയ്യുമ്പോൾ അതിൽ വരുന്ന മെയിൻ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്, സർവേ ലൈൻസ് ഏതൊക്കെയാണ് എന്നുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ്, എന്താണ് ചെയിൻ സർവേയിങ്? നമുക്കറിയാം, ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് ആണ്. ഈ സർവേയിങ്ങിൽ നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ചെയിൻ സർവേയിങ്ങിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ചെയിൻ സർവേയിങ് നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന സർവേയിങ് ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സർവേയിങ് ആണ്. ഇത് നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ഏരിയ ഉള്ള റീജിയൻസിൽ. അപ്പോൾ ചെറിയ ഏരിയ ആണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് ലോക്കൽ ഫീച്ചേഴ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെയിൻ സർവേയിങ് ആണ്. സോ ചെയിൻ സർവേയിങ് ഇസ് എ ടൈപ്പ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ഓൺലി ലീനിയർ മെഷർമെന്റ്സ് ആർ ടേക്കൺ. അപ്പൊ ലീനിയർ മെഷർമെന്റ്സ് മാത്രം എടുക്കുന്ന സർവേയിങ് ആണ് ചെയിൻ സർവേയിങ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ടു ഡിസ്ക്രൈബ് സ്മോൾ എക്സ്റ്റെന്റ്, ടു ഡിസ്ക്രൈബ് ദ ബൗണ്ടറീസ് ഓഫ് ദ പ്ലോട്ട് ഓഫ് ദ ലാൻഡ് ടു ലൊക്കേറ്റ് ദ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ്. അപ്പൊ നമുക്കൊരു പ്ലോട്ടിന്റെ ബൗണ്ടറീസ് പ്ലോട്ട് ചെയ്യാനായിട്ടും അതുപോലെ അതിന്റെ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെയിൻ സർവേയിങ്. ഇത് സ്മോളർ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയിൻ സർവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ചെയിൻ ആണ്. അപ്പൊ ചെയിന്റെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിന്റെ ലെങ്ത് വരുന്നത് 2 ലെങ്ത്തിലാണ് ചെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 20 മെട്രിക് ചെയിനും ഉണ്ട്, 30 മെട്രിക് ചെയിനും ഉണ്ട്. ഇനി ഇതിനെല്ലാം ലിങ്ക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലിങ്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഒരു ലിങ്കിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. നമ്മളുടെ ഈ ഇൻസ്ട്രുമെന്റ് മേക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഈ ഹോൾഡ് ചെയ്യുന്ന 2 പോയിന്റ്സ്, എൻഡിലും ബിഗിനിങ്ങിലുള്ള ഈ ഹോൾഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ലേ ചെയ്യും. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് എടുക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ചെയിൻ സർവേയിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. അപ്പൊ ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. അപ്പൊ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്ലോട്ടിനെ, സർവേ ചെയ്യാനുള്ള പ്ലോട്ടിനെ നമ്മൾ വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്താന്ന് വെച്ചാൽ അതിന്റെ എല്ലാ ആംഗിൾസും 30 ഡിഗ്രിയിൽ കുറയുകയോ 120 ഡിഗ്രിയിൽ കൂടുകയോ ചെയ്യാത്ത ട്രയാങ്കിൾസിനെയാണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എല്ലാം എന്താണ്? വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആണ്. So the principle of chain surveying is to divide the area into a number of triangles. അപ്പോൾ കുറെ നമ്മളുടെ ഏരിയനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ലെവൽഡ് സർഫസസിലും അധികം അണ്ടുലേഷൻ ഇല്ലാത്ത സർഫസസിലൊക്കെയാണ് ചെയിൻ സർവേയിങ്ങും ട്രയാങ്കുലേഷൻസും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ട്രയാങ്കുലേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആണ്. 3 ലെങ്ത് മെഷർ ചെയ്തെടുത്താൽ, 3 സൈഡ്സിന്റെ ലെങ്ത് മെഷർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. പ്രത്യേകിച്ച് ആംഗുലാർ മെഷർമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. സോ നെക്സ്റ്റ് സർവേ സ്റ്റേഷൻ. അപ്പൊ നമ്മളൊരു ചെയിൻ സർവേ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ എൻഡിലും ബിഗിനിങ്ങിലും എല്ലാം കുറെ സ്റ്റേഷൻസ് ഉണ്ട്. ആ സ്റ്റേഷൻസിന് പറയുന്നതാണ് സർവേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സർവേ സ്റ്റേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഏരിയയുടെയും ബൗണ്ടറീസ് എല്ലാം നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സോ സർവേ സ്റ്റേഷൻസ് ആർ ദ പോയിന്റ്സ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ഓൾസോ അറ്റ് ദ എൻഡ് ഓഫ് ദ ചെയിൻ ലൈൻ. ഒരു ചെയിൻ ലൈനിന്റെ എൻഡിലും ബിഗിനിങ്ങിലും അതുപോലെ അതിന്റെ ഇടയിലെല്ലാം വരുന്ന പോയിന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് സർവേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് 3 സർവേ സ്റ്റേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് മെയിൻ സ്റ്റേഷൻസ്, പിന്നെ സബ്സിഡിയറി സ്റ്റേഷൻസ് ആൻഡ് ടൈ സ്റ്റേഷൻസ്. അപ്പൊ 3 സ്റ്റേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഡിഫറെന്റ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡെൽറ്റ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് മെയിൻ സ്റ്റേഷൻസ്. അപ്പൊ ഈ ഡെൽറ്റ എ ബി സി ഡി, ദീസ് ആർ മെയിൻ സ്റ്റേഷൻസ്. ABCD ആണ്. അപ്പൊ ക്യാപിറ്റൽ ABCD ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഇതിന് പറയുന്നതാണ് മെയിൻ സ്റ്റേഷൻസ്. മെയിൻ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏരിയയുടെ ബൗണ്ടറീസിനെ പ്ലോട്ട് ചെയ്യുന്നതാണ്. ഇനി മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന സർവേ ലൈൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കിയാൽ മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ഈ സർവേ ലൈൻസിന് പറയുന്ന പേരാണ്
മെയിൻ സർവേ ലൈൻസ്. അപ്പൊ ഇതിൽ വരുന്ന മെയിൻ സർവേ ലൈൻസ് ഏതൊക്കെയാണ്? AB, BC, CD, DA ആൻഡ് BD. ഇതെല്ലാം മെയിൻ സർവേ ലൈൻസ് ആണ്. അപ്പൊ മെയിൻ സർവേ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു തന്നിരിക്കുന്ന പ്ലോട്ടിന്റെ ബൗണ്ടറീസിനെയും മാർക്ക് ചെയ്യുന്നത്. അതുപോലെ എൻറ്റയർ ഏരിയ നമ്മുടെ മെയിൻ സർവേ ലൈൻസ് വെച്ച് കവേർഡ് ആയിരിക്കണം. സോ അപ്പൊ നമ്മൾ മെയിൻ സ്റ്റേഷൻസ് നോക്കി. മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരാണ് മെയിൻ സർവേ ലൈൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സബ്സിഡിയറി സ്റ്റേഷൻസ്. അപ്പൊ ഇതിൽ വന്നാൽ സബ്സിഡിയറി സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ സർവേ ലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവേ ലൈനിലോ ഇടയ്ക്ക് വരുന്ന സ്റ്റേഷൻസിന് പറയുന്നതാണ് സബ്സിഡിയറി സ്റ്റേഷൻ. അപ്പൊ അതിനൊരു സർക്കിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് S1 ആൻഡ് S2. അപ്പൊ ഇതിലെ S1 S2 എന്ന് പറയുന്നത് സബ്സിഡിയറി സ്റ്റേഷൻസ്. സബ്സിഡിയറി സ്റ്റേഷൻസ്. അപ്പൊ S1 S2 എന്ന് പറയുന്നത് സബ്സിഡിയറി സ്റ്റേഷൻ ആണ്. അത് മെയിൻ സർവേ ലൈനിലാവാം അല്ലെങ്കിൽ വേറെ സർവേ ലൈൻസിലാവാം. അപ്പൊ ഇതിന് പറയുന്നതാണ് സബ്സിഡിയറി ലൈൻ, സബ്സിഡിയറി സ്റ്റേഷൻ. സബ്സിഡിയറി സ്റ്റേഷൻസ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വലിയ കുറെ ഫീച്ചേഴ്സ് ഉള്ളൊരു പ്ലോട്ട് ആണെങ്കിൽ ആ ഫീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എൻഹാൻസ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് ആ ട്രയാങ്കിൾസിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട്. പിന്നെ ആക്യുറസി എൻഹാൻസ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സിഡിയറി സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് തേർഡ് സ്റ്റേഷൻ ഇസ് ടൈ സ്റ്റേഷൻസ്. ഈ T1 T2 അത് നമ്മൾ പറയുന്ന പേരാണ് ടൈ സ്റ്റേഷൻസ് എന്ന്. അപ്പൊ ടൈ സ്റ്റേഷൻ എന്തിനാണ്? ടൈ സ്റ്റേഷൻ എപ്പോഴും മെയിൻ സർവേ ലൈൻസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ സർവേ ലൈൻസിലാണ് ടൈ സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നത് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ ലോക്കൽ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ടൈ സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. ഇതിങ്ങനെ ഒറ്റ ട്രയാങ്കിൾ ആയിട്ട് ഇരിക്കുന്നതിലും നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫീച്ചേഴ്സിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് സർവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വരുന്ന മേജർ സർവേ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? മെയിൻ സ്റ്റേഷൻ, സബ്സിഡിയറി സ്റ്റേഷൻ ആൻഡ് ടൈ സ്റ്റേഷൻസ്. ഇനി നമുക്ക് കുറച്ച് സർവേ ലൈൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ലൈനിന് നമ്മൾ പറയുന്നതാണ് സർവേ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി ഉള്ള സർവേ ലൈൻസ് ഏതൊക്കെയാണ്? മെയിൻ സർവേ ലൈൻ, നമുക്ക് ഫസ്റ്റ് വൺ മെയിൻ സർവേ ലൈൻ ഉണ്ട്. പിന്നെയുള്ളതാണ് ബേസ് ലൈൻ ആൻഡ് തേർഡ് വൺ ഇസ് ടൈ ലൈൻ, ഫോർത്ത് വൺ ഇസ് ചെക്ക് ലൈൻ. അപ്പൊ നമുക്ക് 4 സർവേ ലൈൻസ് ആണുള്ളത്. മെയിൻ സർവേ ലൈൻ, ബേസ് ലൈൻ, ചെക്ക് ലൈൻ ആൻഡ് ടൈ ലൈൻ. അപ്പൊ മെയിൻ സർവേ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് മെയിൻ സർവേ ലൈൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബേസ് ലൈൻ. ബേസ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ടും കെയർഫുൾ ആയിട്ടും ഡ്രോ ചെയ്യേണ്ട ഒരു ലൈനാണ് ബേസ് ലൈൻ. ബേസ് ലൈൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് മെയിൻ സർവേ ലൈൻ. ഒരു മെയിൻ സർവേ ലൈൻ ആണ്, പക്ഷേ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള സർവേ ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് 5 മെയിൻ സർവേ ലൈൻസ് ആണുള്ളത്. AB ഉണ്ട്, BC, CD, DA ആൻഡ് BD. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ BD ആണ് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള സർവേ ലൈൻ. ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള സർവേ ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സർവേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേ ലൈൻ എന്ന് പറയുന്നത് ബേസ് ലൈൻ ആണ്. അപ്പൊ അത് നമ്മുടെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് ലൈൻ. നെക്സ്റ്റ് ഇസ് ടൈ ലൈൻ. ടൈ ലൈൻ എന്ന് പറയുന്നത് 2 ടൈ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ. 2 ടൈ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ടൈ ലൈൻ നമുക്ക് ചില കേസസിൽ അത് ചെക്ക് ലൈൻ ആയിട്ടും ആക്ട് ചെയ്യാം. അപ്പൊ ചെക്ക് ലൈൻ മെയിൻലി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ട്രയാങ്കിളിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ചെക്ക് ലൈൻ. അപ്പൊ ടൈ ലൈൻ എന്ന് പറയുന്നത് ഒരു ചെക്ക് ലൈൻ ആയിട്ടും ആക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ചെക്ക് ലൈൻ. ചെക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ അപ്പെക്സിൽ നിന്നും അതിന്റെ ബേസിലേക്ക് ഡ്രോ ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ലൈൻ നമ്മുടെ ഡ്രോയിങ്ങിലെയും അതുപോലെ നമ്മളുടെ ഗ്രൗണ്ടിലെയും, അപ്പൊ ഫീൽഡിലുള്ള അതേ മെഷർമെന്റ് ആണോ നമുക്ക് ഡ്രോയിങ്ങിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ. അപ്പൊ ചെക്ക് ലൈൻ നമ്മൾ വരയ്ക്കുന്നത് ബേസിൽ നിന്നും നമ്മുടെ ട്രയാങ്കിളിന്റെ അപ്പെക്സിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ, അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കുലേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിൽ മിനിമം ഒരു ചെക്ക് ലൈൻ എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി നമ്മളുടെ ചെയിൻ സർവേയിങ് വരുമ്പോഴുള്ള സർവേ സ്റ്റേഷൻസും
സർവേ ലൈൻസും. സോ അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ് ചെയിൻ സർവേയിങ്, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ, ചെയിൻ സർവേയിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റേഷൻസും സർവേ ലൈൻസും എല്ലാമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക്